നമസ്കാരം. ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അത് ആ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇന്നലെ നമ്മളതെല്ലാവരും കണ്ടതാണ്. കേരളത്തിന് അഭിമാനിക്കാൻ ഒരുപാട് വകയുണ്ട്. 3-4 പേർക്ക് പത്മ അവാർഡുകൾ കിട്ടിയിട്ടുമുണ്ട്. അതിലേറ്റവും കൂടുതൽ മനസ്സിൽ കുളിരുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു മലയാളികൾ അഭിമാനത്തിൻ്റെ കൊടുമുടി കയറി നിൽക്കുകയായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് പത്മവിഭൂഷൺ സമ്മാനിച്ച സമയത്ത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്. 4 നൂറ്റാണ്ടുകൾക്ക് അപ്പുറമായിട്ട് അദ്ദേഹം ഈഴവ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന SNDPയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്. ഇനിയും ജീവിതമുള്ളിടത്തോളം കാലം അദ്ദേഹം തന്നെയായിരിക്കും ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ തലതൊട്ടപ്പൻ. മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല. മറ്റൊരാളെ കാണാൻ വേണ്ടി ഈഴവ സമൂഹം ശ്രമിക്കുന്നതുമില്ല. അതിൻ്റെ ആവശ്യമില്ല. കേരളത്തിലെ ഹൈന്ദവർ ജാതിയുടെ പേരിൽ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുടെയും പേരിൽ പല പല തുരുത്തുകളിലായിട്ടാണ് വസിച്ചിരുന്നത്. അവരെ എല്ലാവരെയും ചേർത്ത് ഒരു കൊടക്കീഴിലാക്കി നമ്പൂതിരി മുതൽ നായാടി വരെ ഉള്ള സകലമാന പേരെയും ചേർത്ത് അദ്ദേഹം കേരളമെമ്പാടും ഒരു യാത്ര നടത്തി. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഒരു സുപ്രഭാതത്തിൽ പുതിയ തലമുറക്കാർ പറഞ്ഞ പോലെ ഓട് പൊളിച്ച് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയതല്ല. എന്നും സമര പോരാട്ടങ്ങളുടെ നാടാണ് വൈക്കം. നമുക്കറിയാം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മ, അസ്പൃശ്യത, ദൃഷ്ടിയിൽപ്പെട്ടുകൂടാത്ത അങ്ങനെയുള്ള തരംതിരിവുകളുണ്ടായതിനെതിരെ ഏറ്റവും വലിയ സമരം നടന്നത് വൈക്കത്താണ്. മഹാത്മജി വന്നിരുന്നു. EV രാമസ്വാമി നായക്കർ, തന്തൈ പെരിയാർ, അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിമയൊക്കെ ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ നിന്നാണ് തിരുവിതാംകൂർ മഹാരാജാവിന് എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഉയർന്നത്. അതൊക്കെ വൈക്കത്തെ മണ്ണിൽ നിന്നാണ്. വൈക്കത്തെ മണ്ണിൽ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ഈഴവ മക്കൾ അവരവിടുന്ന് ഓടിച്ച് ആ ഭൂമി സ്വന്തമാക്കിയിട്ട് അവിടെ സ്വർഗം പണിയാൻ ശ്രമിച്ച ആളുകളുണ്ട്. മറ്റു മതക്കാർ, ക്രിസ്ത്യൻ മതത്തിലുള്ള ആളുകൾ എവിടേക്ക് പോകുമെന്നറിയാതെ വിഷണ്ണരായിട്ട് നിൽക്കുന്നു. പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ ഭൂമി ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ തന്നിട്ടില്ല. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു. അതിന് ഇന്നതാണ് വില. അതിൻ്റെ കൂട്ടത്തിൽ 100 രൂപയും വെച്ചോ, ഇറങ്ങിപ്പോ. ഭീഷണിയാണ്. അവിടെയാണ് ഒരു അവതാരം എന്ന രീതിയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എത്തിയത്. അതേ, മറ്റൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് തമ്പുരാക്കന്മാർക്ക്, ക്രിസ്ത്യാനി ആകട്ടെ ഹിന്ദുക്കളുടെ തമ്പുരാക്കന്മാരാകട്ടെ, ഞങ്ങളുടെ പാവപ്പെട്ട ഈഴവ മക്കളുടെ പറമ്പ് നിങ്ങൾക്ക് വേണമല്ലേ? അവരവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യേ, അത് മുഴുവൻ എനിക്ക് തന്നോ, ഞാൻ വാങ്ങിച്ചോളാം. എന്നിട്ട് നിങ്ങളിവിടുന്ന് പോ. ആ ഒരു പ്രവൃത്തിക്ക് ഒറ്റ പേരിട്ട് വിളിക്കാൻ പറ്റുള്ളൂ: തൻ്റെ ഇടം. അത് കാണിച്ച് ശ്രീ വെള്ളാപ്പള്ളി നടേശന് ചാർത്തി കൊടുക്കാനൊരു
ഒരു പേര് മാത്രമേ ഉള്ളൂ, തൻ്റെടി. അന്നും എന്നും എന്നും തൻ്റെടിയാണ്. ഏതായാലും ആ പാവപ്പെട്ടവർക്ക് സംരക്ഷണം ഒരുക്കി അന്ന് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്കുള്ള വരവ് ആരംഭിച്ചത് വാസ്തവത്തിൽ വൈക്കത്ത് നിന്നാണെന്ന് പറയാം. ആ പ്രയാണം തുടരുകയാണ്. അത് താഴോട്ടല്ല, പ്രയാണത്തിൻ്റെ ശക്തി മേലോട്ടാണ്. ഏതായാലും അതിനെ തുടർന്നുള്ള വൈക്കത്തു നിന്നുള്ള പ്രയാണത്തിൽ ആർപ്പുവിളികളോടെ, ആൾക്കൂട്ടങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹം ഉത്തരോത്തരം മേലോട്ട് കയറി. നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അതിൻ്റെ അതിശക്തമായിട്ടുള്ള മൂല്യങ്ങൾ അതെല്ലാവരും അവരുടെ ഹൃദയത്തിലേക്ക് എടുത്തു വച്ചു. ഹൃദയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാൻ പുരുഷൻ്റെ ചിത്രത്തോടൊപ്പം അതിൻ്റെ താഴെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ചിത്രവും അവർ നെഞ്ചിലേറ്റി. അത്രയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകൾക്കും മനസ്സിലായി ഈ ഓട്ട മത്സരത്തിൽ ഒരു സ്ഥാനമേ ഉള്ളൂ, ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനത്തിന് വലിയ പ്രാധാന്യമില്ല. അതിൽ ചിലവർക്ക് ഹാലിളകി. അവിടുന്ന് പല കുത്തിത്തിരിപ്പുകളും ഉണ്ടായി. അത് തുടരുന്നു. കൊലപാതക കേസടക്കം ഒരാൾ ആത്മഹത്യ ചെയ്തു. അത് കൊലപാതകമാണെന്ന് ആത്മഹത്യ ചെയ്തു അയാളുടെ ഭാര്യയും പറയുന്നുണ്ട്. ആത്മഹത്യ ഒരു രോഗമാണല്ലോ. വെള്ളാപ്പള്ളി നടേശൻ കൊഞ്ഞനം കാണിച്ചു, ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ പറയുന്നത് കൊലയാളി എന്ന്. കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ പോലും ആത്മഹത്യ ഏറ്റുവാങ്ങിയ ആളുടെ ഭാര്യ പോലും പറയുന്നില്ല അത് കൊലയാണ്. പക്ഷെ നമ്മളുടെ മറുകാടൻ നിരപ്പാളിയെപ്പോലുള്ള ആളുകൾ പറയുന്നു കൊലയാളി എന്ന്. അവനേക്ക് എന്താ ചെയ്യേണ്ടത്? കൊലയാളി. വെള്ളാപ്പള്ളി നടേശൻ കൊലയാളി. ഏതായാലും പല രൂപത്തിൽ സുനാമി അടിക്കുന്നത് പോലെ, പ്രളയം പോലെ അദ്ദേഹത്തെ മുക്കിക്കളയുമെന്ന് പ്രതീക്ഷിച്ച പല കടമ്പകളും വന്നു. പല ഇടിത്തികളും അദ്ദേഹത്തിന് തലയിൽ വന്ന് വീണു. ഒന്നും സംഭവിച്ചില്ല. തലയിലുള്ള കുറേ രോമം പോയി, അത്രമാത്രം. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം ഇപ്പോൾ തലയിൽ രോമമില്ല അദ്ദേഹത്തിൻ്റെ. കാരണം ഇങ്ങനെയുള്ള ഇടിത്തികൾ വന്ന് വീണപ്പോൾ കുറേ രോമം പോയി, അത്രമാത്രം. എന്നും വെള്ളാപ്പള്ളി നടേശൻ കേരള സമൂഹത്തിലെ വ്യക്തിപ്രതിഭകളിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നു. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഭരണകൂടം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ തന്നെ നൽകിയത്. അദ്ദേഹം ഇന്നും ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ. അധികം ആർജവമുള്ളവനാണ്. ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ അത് തന്നെ വാക്കുകളായിട്ട് പുറത്തു വരുന്നു, അതുതന്നെയാണ് പ്രവൃത്തിയും. പലരും അങ്ങനെയല്ല, ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ തൊണ്ടയിൽ വന്ന് താഴോട്ട് തന്നെ ഇറക്കും. ഞാനായിട്ടൊന്നും എനിക്കും വേണ്ട. പക്ഷേ കാരിരുമ്പിൻ്റെ കരുത്തോട് കൂടിയിട്ട്, കാരിരുമ്പിൻ്റെ കരുത്തുള്ള മനസ്സും ബുദ്ധിയും വെച്ചുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്നും കേരള സമൂഹത്തിൽ കൊടിനാട്ടിയവനായിട്ട് നിൽക്കുകയാണ്. അമരത്ത് നിന്ന് എറിഞ്ഞ് തുഴകൾക്ക് കരുത്തേകിയിട്ട് ചുണ്ടൻ വെള്ളം, ആലപ്പുഴയിലേക്കും പോയവർക്ക് അതിൻ്റെ ആ ഉദാഹരണത്തിന് അതിൻ്റെ പ്രസക്തി അറിയാൻ പറ്റും, സാങ്കത്യം അറിയാൻ പറ്റും. കൂടുതൽ മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അമരത്തിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. ഇന്ന് കേരളത്തിൽ പച്ചപ്പടയുണ്ടെന്ന വെപ്പ്, അതൊരു മലപ്പുറം പട മാത്രമാണ്.
പക്ഷേ ഇപ്പുറത്ത് മഞ്ഞപ്പടയുണ്ട്, അതിശക്തമായിട്ടുള്ള മഞ്ഞപ്പടയുണ്ട്, കാവിപ്പടയുണ്ട്. അതാണിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കരുത്ത്. അദ്ദേഹത്തിൻ്റെ പുറകിലാണ് കാവിപ്പടയും മഞ്ഞപ്പടയും. ആ ജനമുന്നേറ്റത്തെ ചെറുതായിട്ട് കാണാൻ ആർക്കും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ശക്തിയെ അംഗീകരിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആർക്കാണെങ്കിലും മഹാത്മാഗാന്ധിക്ക് ഒരു എതിരാളികളുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ നിവർന്നു നിൽക്കുന്നു സ്വന്തം നട്ടെല്ലിന്മേൽ. സ്വന്തം കാലുകൾ അതിൻ്റെ ബലം കുറഞ്ഞിട്ടില്ല. നടക്കുന്നതും ഓടുന്നതും എല്ലാം ആ കാലിന്മേൽ തന്നെയാണ്, വേറെ ആളുടെ ഉപ്പൂറ്റിയിൽ ചവിട്ടിയിട്ടല്ല നിൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അധികാരമോഹികൾ അവരുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു ആക്രമണങ്ങൾ, കുനിയന്മാരെന്ന് പറയും, വെള്ളാപ്പള്ളി എന്ന ഗോപുരത്തെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്ന കുനിയന്മാർ, ഈ പടത്തലവനെ വെള്ളാപ്പള്ളിയെ വീഴ്ത്തിയിട്ട് വേണം ഞങ്ങൾക്കവിടെ കയറി നിൽക്കാൻ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല രൂപത്തിലും പല ഭാഗത്തിലും നടന്നു വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ എതിരാളികൾ എറിയുന്ന കല്ലുകൾ, അവർ തൊടുക്കുന്ന കൂരമ്പുകൾ, അതൊക്കെ അദ്ദേഹം പിടിക്കും. അതെല്ലാം പിടിച്ച് SNDP സമൂഹത്തെയും ഈഴവ സമൂഹത്തെയും കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെയും സുഭദ്രമാക്കി നിർത്താനുള്ള കോട്ടകൾ കിട്ടും. അതേ മുന്നേറിയിട്ടേ ഉള്ളൂ. ഇനിയും അതങ്ങനെ തന്നെ സംഭവിക്കും. കുതിച്ചെത്തിയ പേമാരികൾക്ക് മീതെ തണൽ വിരിച്ചവനെ, വെള്ളാപ്പള്ളിയെ വെറുമൊരു ന്യൂനമർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ ചൊറിയാൻ വരരുത്. ഈ പറയുന്നത് പാണക്കാടിനോടും ഇവിടുത്തെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകളോടുമാണ്. നിങ്ങൾ പലരും ശ്രമിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുറച്ച് രോമം പൊഴിഞ്ഞു പോയി എന്ന് മാത്രം. പക്ഷേ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കട്ടിൽ നിന്ന് എണീക്കില്ല കേട്ടോ. അവിടേക്കുള്ള സാഹചര്യം നിങ്ങളായിട്ടുണ്ടാക്കി വെക്കുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ IAS-കാരനല്ല, IPS-കാരനല്ല, 14 ഭാഷ സംസാരിക്കുന്നവനല്ല. പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഷ അറിയാം, ജനങ്ങളുടെ ഹൃദയത്തെ അറിയാം. അക്കാര്യത്തിൽ അദ്ദേഹം IAS-ന് മേലെയാണ്, IPS-ന് മേലെയാണ്. ആ വിദ്യയുടെ കാര്യത്തിൽ ഒരു നേതാവിന് അതാണല്ലോ വേണ്ടത്. ആയതുകൊണ്ട് അദ്ദേഹം ഉള്ളൂർ S. പരമേശ്വരയ്യരോ ONV കുറുപ്പോ പണ്ടത്തെ KP കേശവമേനോ സംസാരിക്കുന്ന പോലെ, നമ്മുടെ അഴീക്കോട് മാഷോ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, പ്രാസം വെച്ച് പാണിനി വ്യാകരണം വെച്ച് കേരള പാണിനിയെ നോക്കിയിട്ടൊന്നുമല്ല സംസാരിക്കുക. അതാണ് ആർജവം. ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ വാക്കുകളായിട്ട് പുറത്തു വരുന്നു. ഉള്ള കാര്യം ആരുടെയും മുഖത്ത് നോക്കി തന്നെ പറയുന്നു, പതുക്കെയെല്ലാം ഉറക്ക പറയുന്നു. ഇവിടെ ഇത് പറയാമോ, ഇവിടെ പറഞ്ഞത് മറ്റുള്ളവർ കേൾക്കുമോ, അദ്ദേഹത്തിന് ആരും ഭയപ്പെടാനില്ല. ഇന്നലെയും ഇന്നും എന്നും ഇനി നാളെയും ആ രീതിയിൽ തന്നെ അദ്ദേഹം മുന്നേറും. അദ്ദേഹത്തിൻ്റെ അരികും മൂലയെല്ലാം വെട്ടി ഏത് രീതിയിൽ വരുതിയിലാക്കാൻ ശ്രമിച്ചാലും, തങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അലങ്കാരമായിട്ട് കെട്ടിത്തൂക്കാൻ ശ്രമിച്ചാലും നടക്കില്ല മക്കളെ. കാരണം ഇത് വെള്ളാപ്പള്ളിയാണ്, ഇത് വെള്ളാപ്പള്ളി നടേശനാണ്, ഇത് വെള്ളാപ്പള്ളി കേശവൻ നടേശനാണ്.
ഓർത്താൽ നല്ലത്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് ആയുസ്സും ആരോഗ്യവും നേരുന്നു. കൂട്ടത്തിൽ കേരളത്തിന് തന്നെ അഭിമാനമായിട്ട് മാറിയ പത്മവിഭൂഷൺ പുരസ്കാരം ഇവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് നേടിത്തന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് അഭിനന്ദനങ്ങൾ. ആ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമസ്കാരം.